ആ കണ്ടന്റ് കാണുന്ന ആളിൻ്റെ ചിന്താഗതി അത് ബാധിക്കും. അത് നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആദ്യം കുറേ നെഗറ്റീവാണ് വീഴുന്നുണ്ടെങ്കിൽ സോറി കുറേ നെഗറ്റീവ് കമൻസ് ആണ് വീഴുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാണുന്നവരെ എല്ലാം അത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള PR ഏജൻസികളെ വെച്ച്. പക്ഷെ അല്ലാതെ PR ഏജൻസി ഉള്ളത് കൊണ്ട് മാത്രമൊന്നും അങ്ങനെ ജയിച്ചു പോകാനൊന്നും കഴിയില്ല. കാര്യം ഈ ഷോ എന്ന് പറയുന്നത് അതിലുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, അവരോരോന്ന് ഫേസ് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർക്ക് ഓരോ വ്യക്തികളോടും ഒരു പേഴ്സണൽ ഇഷ്ടം രൂപപ്പെട്ട് വരുന്നത്. അതിന് PR കാർക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അത് ഒരു ഔചിത്യമില്ലായ്മയുണ്ട്. അതുകൊണ്ട് അത് അവരുടെ ഗെയിമാണ്, അവർ കളിച്ച് ജയിക്കട്ടെ. ഇപ്പം ഞാൻ അകത്ത് പോയപ്പോഴും പിന്നെ ആർക്കും ഒരു എന്താ പറയുന്ന ഒരു മേൽക്കൈ കൊടുക്കുന്ന രീതിയിലൊന്നും സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്തിട്ടില്ല. കാര്യം അതൊരു ഗെയിമാണ്. ആ ഗെയിമിനെ അതിൻ്റെ വഴിക്ക് തന്നെ ഒഴുകാൻ വിടുന്നതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പോൾ ഒരു കളി ജയിച്ചു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ടീം പറയും ഇത് കള്ളക്കളിയായിരുന്നു, പിന്നെ റെഫറി അവരുടെ കൂടെ ആയിരുന്നു, പിന്നെ ഫൗള് കാണിച്ചതൊന്നും അവർ പിന്നെ ഫൗള് വിളിച്ചില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത് ഓരോ ഔട്ടാകുന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്നവരും അവർ പറയും അത് പിന്നെ കള്ളക്കളിയായിരുന്നു, അത് ശരിയല്ല, അത് ചെയ്തത് ജസ്റ്റിസ് അല്ല, അങ്ങനെയൊക്കെ പറയാം. അത് സ്വാഭാവികമായും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അത് നിരന്തരമായി വരുന്നതാണ്. ഇനിയുള്ള സീസണുകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല.